രസമായിരുന്നു. ഫസ്റ്റ് ഇറ്റ് വാസ് ഓക്കെ, പക്ഷേ സെക്കൻഡും നല്ലത്, ഫൈറ്റ് നല്ലത്, ബീജം നല്ലത്. ഉണ്ണിമുകുന്ദൻ ഡ്രോപ്ഡ്. ലൈക്ക് ത്രൂ ഔട്ട് വയലൻസ് ആണ്, ഭയങ്കര ടെറിഫിക് വയലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സീരിയസ്. ഇന്ത്യയിൽ വെച്ച് നമ്മൾ കണ്ടത് വെച്ച് ഏറ്റവും കുറച്ച് വയലൻസ് കൂടിയ പടമുണ്ട്. കില്ലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പടം തന്നെയാണ് കേരളത്തിലെന്നല്ല ഏറ്റവും വയലൻസ് കൂടിയ പടം നോക്കി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് തീർന്നേ അറിയില്ല. ടക്ക് 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 നേരെ പോയിക്കൊണ്ടിരുന്ന എന്താ പറയുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ ഈ ഹൈപ്പിനുള്ളതിന് വർത്താണ് പടം. എല്ലാവരും തിയേറ്റർ എൻജോയ് ചെയ്യുന്ന പറയുന്നത്. നമ്മളെ കൊടുത്ത ഫണ്ടിന് പക്കയായിരുന്നു. കിടിലം പടം, നൈസ് പടം ചേട്ടാ, മസ്റ്റ് വാച്ചാണ്. കിടിലാണ്. ഉണ്ണിമുന്ത ചെയ്യുന്ന വിഷയം കരിയർ പീക്ക് ഉറപ്പാണ്. ആക്ഷനൊക്കെ വിഷയം. അനിമലിലൊക്കെ എന്ന് കണ്ടോ അതിനപ്പുറം. മസ്റ്റ് വാച്ച്. സൂപ്പർ പടം ബ്രോ. ചോരക്കളി. ഉണ്ണിമുന്തന്റെ സുഖം. മേക്കിംഗ് മലയാളം പറയത്തില്ല. പണ്ടത്തെ ഒന്നും പറയില്ല ബ്രോ. നല്ല പടമാണ്. വയലൻസ് ഒക്കെ അവർ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് വയലൻ മൂവിയാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വയലൻ മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ കുറച്ചൊക്കെ ബ്ലഡിൻ്റെ ഇത് CG ആയിട്ട് നമുക്ക് തോന്നും. അത്രയൊക്കെ ഉള്ളൂ. സിനിമ ഓവറോൾ കൊള്ളാം. ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊള്ളാം, അടിപൊളിയാണ്, വർത്താണ്. മേക്കിംഗ് എല്ലാം സൂപ്പറാണ്, വർത്താണ്. സിനിമയുടെ ടൈറ്റിൽ കാർഡ് ആരും മിസ് ചെയ്യരുത്. എനിക്ക് എത്ര പറയുള്ളൂ, കിട്ടില്ല ടൈറ്റിൽ കാർഡാണ്. വയലൻസിന്റെ അങ്ങ് അറ്റം എക്സ്ട്രീം ലെവൽ. ഉണ്ണിമുകുന്ദൻ വേറെ ലെവൽ. ആ രീതിയെല്ലാം മാറി. ചുമ്മാ മറ്റേ സമാജം സ്റ്റാർട്സ് എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടിരുന്ന ആൾ ഇത്ര മാത്രം ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം. വയലൻസിന്റെ അങ്ങേറ്റം തളർന്നു വെച്ചിട്ടുണ്ട്. KGF ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പാറ്റേൺ തന്നെയാണ്. ബിസിനസ് ടീമിൻ്റെ ആയിട്ടാണ് പടം. പൊളി പക്ഷെ ബ്രൂട്ടലാണ് ബ്രോ, അങ്ങേയറ്റം ബ്രൂട്ടലാണ്. ഉണ്ണിമുന്തം മാസ് പക്ക മാസ്. എടാ നല്ല സൂപ്പർ പടം. നമ്മൾ ഈ ഹൈപ്പ് ഫസ്റ്റ് ഹാഫ് കാണുമ്പം ഹൈപ്പിനുള്ളത് ഉണ്ടാകുന്നൊക്കെ നമ്മൾ വിചാരിക്കും. സെക്കൻഡ് ഹാഫ് പടം ഒരു പോക്ക് അങ്ങോട്ടങ്ങ് പോകും. ചോര തെറിക്കണ കാണണം. അമ്മാതിരി സീൻ പടമായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രവി ബസൂറിൻ്റെ ബീജവും നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്. മൈൻഡ് ബ്ലാങ്കാണ്. ഹലോ കൊള്ളാം. നല്ല പടം. ഫുള്ള് വയലൻസ്. ഒന്നും പറയില്ല. ഹനീഫ തന്നെ മറുപടി കൊടുത്തു. ചേട്ടാ ഒരു KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തിൽ. അതാണ് സംഭവം. മൊത്തം വയലൻസ്. കണ്ണ് അടച്ച പടം കാണാൻ പറ്റുള്ളൂ. മൊത്തം ചോരക്കളി, വെടിവെപ്പും വെട്ടുകുത്തും മാത്രം. പക്ഷേ പടം വന്ന് തിയേറ്ററിൽ കണ്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണ പടം. തിയേറ്ററിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ബാഡായിട്ട് ഫീൽ ചെയ്യും. സൂപ്പർ പടം. തിയേറ്ററിൽ വന്ന് തന്നെ ഈ പടം കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് കാണുള്ളൂ. ഉണ്ണിമുകുന്ദനാണെന്ന് പറയൂല, അത് കയറി കണ്ടാൽ തന്നെ അറിയുള്ളൂ. ഉണ്ണിമുകുന്ദൻ അല്ല, വേറെ ആരും അഭിനയിച്ച പോലെ ഇരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ മുഖം മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ണിമുകുന്ദനാണ് ശരിക്കും അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളി. ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ് ആക്ച്വലി. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ പുള്ളി ചെയ്തിരിക്കുന്ന ആക്ഷൻ. കുറേ നാൾ കൊണ്ട് ഉണ്ണിമുകുന്ദൻ ആക്ഷൻസൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു മലയാളം ആക്ടർ ഇത്രത്തോളം ഒരു സ്വാഗുള്ള ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ പറഞ്ഞ പോലെ വയലൻസ് കൊണ്ടൊരു ആറാട്ടമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസൊക്കെ കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഇതൊരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവി അല്ല. അപ്പോൾ ആ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടാക്കിയ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോയെന്ന് അറിഞ്ഞൂടെ, കാരണം കാണുന്നവരൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം തന്നെയാണ്.
പലർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ട്, കാരണം അങ്ങനെ ഒരു സ്വാഗ് ഈ സിനിമയ്ക്കാണ്. സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ ഫൈറ്റിംഗ് ആണോ? സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഫൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫൈറ്റിംഗ് ആണ്. അപ്പം അതാ പറഞ്ഞത്, ഇതിനകത്തൊരു സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പം ജഗദീഷ് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷ് പുള്ളി ആക്ച്വലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത്രയ്ക്കുള്ളൊരു സാധനം പുള്ളിക്കിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം പുള്ളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യാമറ എങ്ങനെ? വിഷ്വലി മൈൻഡ് ബ്ലോയിങ് ആണ് ആക്ച്വലി. വിഷ്വലി കാണുമെന്ന് വെച്ചാൽ വിഷ്വൽ എടുത്തിരിക്കുന്ന നമ്മളൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് മൂവീസ് കണക്കാണ്. കാരണം ഫുൾ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിമൂന്നൻ ആക്ച്വലി നല്ലൊരു കൂടെ ഒരു ടോപ്പ് ലെവലിൽ പോകേണ്ട ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാം സിനിമാ മുഖങ്ങളുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നത്. വേറെ ഇതിൽ ചോദ്യങ്ങളുണ്ടോ? സിനിമ എനിക്ക് ഓവറോൾ ഓക്കെ, ജസ്റ്റ് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ്. സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉള്ളതായിട്ട് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമയിൽ. കാരണം നമ്മൾ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നമ്മളെ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അത് വന്നായിരുന്നു. അത് സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ വയലൻസിൻ്റെ ഒരു അതിപ്രസരമായിപ്പോയി. കാരണം ഇവർ പറഞ്ഞിരുന്നത് വയലൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് വയലൻസിന്. ഈവൻ സിനിമയുടെ ഈ ഒരു ഇതിന് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ആവുന്നുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഇന്ന സീനൊക്കെ ഉണ്ടെന്ന് പോലും. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പോലും അതിനേക്കാളും ഹൈ ലെവലായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ആയിരിക്കും. ആ ഒരു ബ്രൂട്ടൽ ലെവലായിട്ടുള്ള വയലൻസ് ആയിപ്പോൾ അത് എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്ന് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ആ കാര്യങ്ങൾ. പുള്ളി കിടുവാണ്. പുള്ളി ഇതിൽ നല്ല രീതിയിൽ പുള്ളി എഫേർട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സ്ഥിരം പ്രശ്നമായ ഡയലോഗ് ഡെലിവറി കുറച്ച് ഇതിനകത്തും പാളിപ്പോയിട്ടുണ്ട്. അത് പുള്ളിയുടെ ഒരു കൂടപ്പുറപ്പാണ്. പുള്ളി വാ തുറന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. വാ തുറന്നില്ലെങ്കിൽ പുള്ളി കിടുവാണ്. KGF എവിടെ നിൽക്കുന്നു, മാർക്ക് എവിടെ നിൽക്കുന്നു, നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും KGF ആയിട്ട്? പക്ഷേ രവി ബാസിനോട് പുള്ളി നല്ല രീതിയിൽ പുള്ളിയുടെ BGM എല്ലാം വർക്കായിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതായത് BGM ഇല്ല, വെറും അടി മാത്രം. അടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ BGM കയറിയും കൊളുത്തും, സ്ലോ ആയിട്ട് ഇങ്ങനെ കയറി പോകും. അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആ ഒരു ഓവറായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള സീൻസ് അത് മാത്രമാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത്. അതും ഓക്കെ, അത് പിന്നെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമുക്കത് അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലില്ല, അങ്ങനത്തെ എനിക്കെന്തോ ആ ഒരു ഇമോഷണൽ കണക്ട് ഇതിനകത്ത് കിട്ടിയില്ല. എനിക്ക് വേണ്ടി ഫസ്റ്റ് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ്, അതെനിക്ക് സീറ്റിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു കൂവിളി എന്തൊക്കെയാണ് ആ ഒരു ലെവൽ എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് പക്ഷേ ആ ഒരു മൊമെൻ്റ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. അതെനിക്കൊരു ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ.